അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക. ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അല്ല, അതിനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ അസസ് ചെയ്തോളൂ. 6 ആംബുലൻസ് ആണ്, എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നു. ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറഞ്ഞുള്ളൂ. ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് നിങ്ങൾ തന്നെ ഓർത്തോളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ പിന്നോട്ട് പോകാൻ പറ്റും? ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല. ഓക്കെ, അല്ല, ഇത് ആദ്യം വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് ഞങ്ങളൊരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധമുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ അത്രയും പേര്, ഞാൻ ഉൾപ്പെടെ നിൽക്കുമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുകയെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിൽ ഇപ്പോഴും കുറ്റബോധം എനിക്കുണ്ട്. ആ സമയത്ത് ഈ JCBക്ക് വരെ വെയിറ്റ് ചെയ്ത് JCB വന്ന് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ് നീതി നടപ്പിലാക്കണം. പക്ഷേ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ, അതുപോലെ ജോലി, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ദത്തെടുക്കുക. ഒപ്പം ഇവിടെ നമുക്കറിയാം 3,40,000 രൂപ ബില്ല് കൊടുക്കുകയാണ്. ഏതാ ആ ചികിത്സയ്ക്ക്, ആ ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണം ഈ കുട്ടിയുടെ. അത് അനിവാര്യതയാണ്. ആ ഒരു കാര്യമേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധമാണ് കണ്ടത്. നേരത്തെ ആംബുലൻസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ നിന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. സ്റ്റാഫ് അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയതിന്റെ പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ സംഘവുമായി എത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റാഫിനെ വിട്ടയക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ആ കുടുംബത്തെ സഹായിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 25 ലക്ഷം രൂപ സർക്കാർ ആ കുടുംബത്തിന് നൽകണം. ഒപ്പം തന്നെ കുഞ്ഞിനെ, മകളെ ദത്തെടുക്കണം എന്നുള്ള രീതിയിലാണ് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു പ്രതിപക്ഷം എന്നതിൻ്റെ ചില കാഴ്ചകൾ, സൂചനകളൊക്കെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷം ആരോഗ്യവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ വിഷയം വലിയ രീതിയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ്, ആർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു ജീവൻ നഷ്ടമായ സംഭവമാണ്. സ്വാഭാവികമായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരേണ്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കേണ്ടതും നടപടികൾ കൃത്യമായി എടുക്കേണ്ടതുമുണ്ട്. കാരണം ഒരു ജീവനാണ് ഇല്ലാതായിരിക്കുന്നത്. ആ ആശുപത്രിയിൽ കെട്ടിടം തകർന്നിരിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രിമാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അങ്ങോട്ട് ആളുകൾ പോയി? ആളുകൾ പോകാനിടയായ സാഹചര്യം, എന്തുകൊണ്ട് അവിടേക്ക് അവർക്ക് പോകേണ്ടി വന്നു? ബലക്ഷയം കാണിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2013 തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളതാണ് ആരോഗ്യവകുപ്പിന്. അന്ന് ഭരിച്ചിരുന്ന UDF സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയതാണ്. അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോലും അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീടാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. 2018 കെട്ടിടം ജോലികൾ ആരംഭിക്കുന്നു. കെട്ടിടം പണി പൂർത്തിയായിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും അങ്ങോട്ട് രോഗികളെ മാറ്റുകയോ ഇല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. DMO ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കലക്ടർക്ക് നൽകും. കലക്ടർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൽ റിപ്പോർട്ട് നൽകും. ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ അപ്പോഴായിരിക്കും നടപടികളിലേക്ക് കടക്കുക.